6ാം ക്ലാസ്സുകാർക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കൊല്ലം നിങ്ങൾക്ക് പുതിയ ടെക്സ്റ്റ് ബുക്ക് ആണുള്ള, പുതിയ സിലബസ് ആണ്. അതിൻ്റെ കൂടെ ഒരു പുതിയ കാര്യം കൂടി നിങ്ങളുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് വാർത്ത എന്ന് നോക്കാം. പുതുക്കിയ പാഠ്യപദ്ധതിയിൽ സാമ്പത്തിക സാക്ഷരതയ്ക്കായി പുതിയ പുസ്തകം. അപ്പോൾ പുതിയ പുസ്തകത്തെക്കുറിച്ചാണ് നമുക്ക് വാർത്തയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സാറ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ ഷെയർ ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റാണ് മിസ് വായിച്ചു തരാം. സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഈ വർഷം മുതൽ പരിഷ്കരിച്ച പാഠ്യപദ്ധതി പ്രകാരം തയ്യാറാക്കിയ പാഠപുസ്തകങ്ങളിൽ സാമ്പത്തിക സാക്ഷരത സംബന്ധിച്ച് പ്രത്യേക പുസ്തകം തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ധനകാര്യം സാമ്പത്തിക സാക്ഷരത എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. 5ാം ക്ലാസ് മുതൽ സാമ്പത്തിക സാക്ഷരത സംബന്ധിച്ച് പാഠഭാഗങ്ങൾ വ്യത്യസ്ത പാഠപുസ്തകങ്ങളിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. 9-10 ക്ലാസ്സുകളിൽ പ്രത്യേക പുസ്തകവും തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് പ്രത്യേകം പുസ്തകമല്ല, വലിയ ക്ലാസ്സുകളിലേക്ക് 9th തൊട്ടാണ് പ്രത്യേകം ടെക്സ്റ്റ് ബുക്ക്. ചെറിയ ക്ലാസ്സിലേക്ക് 5, 6 തുടങ്ങിയ ക്ലാസ്സുകളിലൊക്കെ മക്കൾക്ക് എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഓൾറെഡി ഉള്ള ടെക്സ്റ്റ് ബുക്കിലേക്ക് ഒരു പുതിയ ടോപ്പിക്കായിട്ട്, ഒരു പുതിയ ചാപ്റ്ററായിട്ട് ഈ ഒരു കാര്യം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് മക്കൾക്ക് പഠിക്കാനുള്ളത്, ഇത് എന്തിനാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികൾ ചെറുപ്പം മുതൽ തന്നെ സാമ്പത്തിക അച്ചടക്കം ശീലിക്കുന്നതിനായാണ് ഈ ഒരു പുസ്തകങ്ങൾ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കിയത്. കുട്ടികളിൽ സമ്പാദ്യശീലവും സാമ്പത്തിക അവബോധവും വളർത്തുന്നതിന് സ്കൂളുകളിൽ നടപ്പാക്കിയിരിക്കുന്ന സഞ്ചയിക പദ്ധതി കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നടപടികളും കൈക്കൊള്ളും. അപ്പോൾ നിങ്ങളുടെ ആ ഒരു യൂണിറ്റിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? മെയിനായിട്ട് സമ്പാദ്യവും നിക്ഷേപ സാധ്യതകളും, ആധുനിക ബാങ്കിങ് സേവനങ്ങൾ, ബാങ്ക് രേഖകളും ഫോമുകളും, ഇൻഷുറൻസ് സുരക്ഷയും, സമ്പാദ്യവും, പോസ്റ്റൽ വകുപ്പ് ധനകാര്യം പോലുള്ള നിങ്ങൾ എങ്ങനെയാണ് പണം വിനിയോഗിക്കുക എന്നുള്ള കാര്യങ്ങൾ, സമ്പാദിക്കാനുള്ള ആ ഒരു ശീലം ചെറുപ്പം മുതലേ വളർത്തിയെടുക്കാൻ ഓൾറെഡി നമ്മുടെ സ്കൂളിൽ സഞ്ചയിക പോലുള്ള പദ്ധതികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഒന്നുകൂടി ഒന്ന് ശക്തമാക്കാൻ, അല്ലെങ്കിൽ ഒന്നുകൂടി ഒന്ന് സ്ട്രോങ് ആയിട്ട് നടത്താനും, അതേപോലെ നിങ്ങൾക്ക് പണമിടപാട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെറുപ്പം മുതൽ അതെന്താണ് സംഭവം, അതെങ്ങനെയാണ് വിനിയോഗിക്കേണ്ടത്, അതേപോലെ ഒരു ബാങ്കിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യുക, അങ്ങനെ വളരെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള പുതിയ ടെക്സ്റ്റ് ബുക്ക് അല്ല. നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും മക്കളെ, നിങ്ങൾക്ക് ഇപ്പോൾ സോഷ്യലൊക്കെ പോലുള്ള സബ്ജക്റ്റുകളിൽ നിങ്ങൾക്കൊരു പുതിയ ചാപ്റ്റർ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കാനുണ്ടാവും. അപ്പോൾ സാമ്പത്തിക സാക്ഷരത ഇതാണ് നമുക്ക് പഠിക്കാനുള്ള മെയിൻ കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ഈ കൊല്ലം തൊട്ട് നിങ്ങളുടെ പുതിയ ടെക്സ്റ്റിൻ്റെ കൂടെ നിങ്ങൾക്ക് ഈ ഒരു പുതിയ കാര്യം കൂടി, പുതിയ സാമ്പത്തിക സാക്ഷരതയ്ക്കായിട്ടുള്ള പുതിയൊരു ചാപ്റ്റർ കൂടി നിങ്ങൾക്ക് ഈ ഒരു കൊല്ലം പഠിക്കാനുണ്ട്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് അറിയാത്ത കുറേ ഫ്രണ്ട്സ് ഉണ്ടാവും. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലുള്ള അപ്ഡേറ്റ് വീഡിയോകളായിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.